മലപ്പുറത്തെ തുവൂരിലേക്ക് പോവുകയാണ്. അവിടെ 3 കാട്ടാനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. റോഡിലൂടെ വരികയായിരുന്ന പിക്കപ്പ് വാൻ കുത്തിമറിച്ചിടാൻ ശ്രമിച്ചു. പിന്നീട് ഇവ വനമേഖലയിലേക്ക് ഇവയെ ഓടിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ആളുകൾക്ക് പരിക്കേൽക്കാതെ അരുൺ അമർനാഥുണ്ട്. അരുൺ, കൃത്യമായി ആന ഇറങ്ങിയ സമയം എപ്പോഴായിരുന്നു? ഇപ്പോൾ എത്ര സമയം പിന്നിട്ടിരിക്കുന്നു? വനവകുപ്പിന്റെ ഇവയെ തുരത്താനുള്ള ശ്രമം ഫലം കാണുന്നുണ്ടോ? അതായത് ദിവിഷ്, ഈ നഗരമേഖലയിൽ നിന്ന് ആനയെ വനമേഖലയിലേക്ക് തന്നെ തുരത്തിയിട്ടുണ്ട്. ഇനിയും ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത്. പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഈ നിലമ്പൂർ വനമേഖലയിൽ ഉൾപ്പെടുന്ന കരുവാരക്കുണ്ട് ഈർങ്ങാട്ടിരി എന്ന മേഖലയിൽ ഈ 3 ആനകൾ ഇറങ്ങുന്നത്. ടാപ്പിംഗ് തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ തുരത്താൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആന ഓടുകയായിരുന്നു, ഭയന്ന് ഓടുകയായിരുന്നു. അങ്ങനെ മുന്നിൽപ്പെട്ട ഒരു വാഹനം മറിച്ചിടാനുള്ള ശ്രമവും നടത്തി. ഈ വാഹനം തകർക്കുകയാണ് ഉണ്ടായത്. ഈ വാഹനത്തിന്റെ മുൻവശം തകർന്നിട്ടുണ്ട്. വാഹനം മറയാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് നിൽക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. കൂടുതൽ പേര് ആ മേഖലയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എല്ലാവരും വലിയ രീതിയിൽ ആശങ്കയായി. ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പിന്നാലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ആ മേഖലയിലെ നാട്ടുകാരും ഒക്കെ ചേർന്നാണ് ആനയെ തുരത്താനുള്ള ഒരു ശ്രമം നടത്തിയത്. പൂർണ്ണമായും ഉൾവനത്തിലേക്ക് ആനയെ തുരത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ തൂരെന്ന് പറയുന്ന മേഖല വനമേഖലയോട് ചേർന്ന മേഖല തന്നെയാണ്. കരുവാരക്കുണ്ട് കാളികാവ് വനമേഖലയോട് ചേർന്ന പ്രദേശം തന്നെയാണ്. ഈ മേഖലകളിലൊക്കെ ആനകൾ ഇറങ്ങാറുണ്ട്. എന്നാൽ ഈ പട്ടാപ്പകൽ സമയത്ത് ഇത്തരത്തിൽ നടു റോഡിലൂടെ ആനയുടെ ഒരു പരാക്രമം ഉണ്ടായതാണ് ആളുകളെയൊക്കെ ഭീതിയിലാഴ്ത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ വനംവകുപ്പിൻ്റെയൊക്കെ അത്തരത്തിലുള്ള ഒരു നടപടി, സ്ഥിരം ആരോപണങ്ങളൊക്കെ നാട്ടുകാർ ഉന്നയിക്കുന്നുമുണ്ട്, പരാതി പറയുന്നുമുണ്ട് ഒരു ഭാഗത്ത്. എന്തായാലും ഇപ്പോൾ നിലവിലെ ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ദിവിഷ്.